അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പൂജാകർമ്മങ്ങൾ രണ്ടാം ദിനം പുരോഗമിക്കുന്നു. ഒരുക്കങ്ങളുടെ ഭാഗമായി നഗരം കനത്ത സുരക്ഷയിലാണ്. പ്രധാനമന്ത്രി 21-ന് അയോധ്യയിലെത്തുമെന്നാണ് വിവരം. രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ട് കാണാം. പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ എന്റെ തൊട്ടുപുറകിൽ കാണുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മുതലാണ് ഈ പൂജാകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. 121 താന്ത്രിക വിദ്യ അറിയാവുന്ന മുനിമാർ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്നു. താന്ത്രിക വിധി പ്രകാരമുള്ള പ്രത്യേക പരിഹാര കർമ്മങ്ങളും മറ്റ് പൂജാവിധികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ സരയൂ നദി കരയിലാണ് പൂജാകർമ്മങ്ങൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിനുള്ളിലും പൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പൂജാ മന്ത്ര ശബ്ദങ്ങൾ കൊണ്ട് ഇവിടെ മുഖരിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 21-നാണ് ലോകം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് 21-ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരമുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. ഒപ്പം ഈ വരുന്ന ആളുകൾക്കുള്ള പ്രത്യേക താമസ സൗകര്യം അടക്കം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് 21-ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തും. 22-നാണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ അടക്കം, ഒപ്പം RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത് അടക്കം ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന്, ലോകം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന ഒരു ചടങ്ങിന് അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അവരെയൊക്കെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റിവിടുന്നതും. ഇന്ന് ഈ അയോധ്യയിലെ പ്രധാന റോഡുകളിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇടറോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് പാസുള്ള VIP വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അത്രത്തോളം ഇന്നു മുതൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ മൊബൈൽ ജാമുകളടക്കം സ്ഥാപിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള സുരക്ഷ കർശനമാക്കിയാണ് അയോധ്യയിലെ ഓരോ നീക്കങ്ങളും. കാരണം പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും കാണുന്നത്. സുരക്ഷാ ക്യാമറകളൊക്കെ മിഴി തുറന്നു കഴിഞ്ഞു. 10,000-ഓളം സുരക്ഷാ ക്യാമറകൾ അയോധ്യയിൽ ഉടനീളമുണ്ട്. 10,000-ഓളം സുരക്ഷാ ക്യാമറകളുടെ ഒരു നിരീക്ഷണത്തിലാണ് അയോധ്യ. ഒപ്പം ഇന്ന് തൊട്ട് സ്പെഷ്യൽ ടാസ്ക് ടീമും കേന്ദ്ര സർക്കാരിന്റെ അയോധ്യയിൽ ചുമതലയേറ്റു. അവരും സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നു. അവരും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണം അത് ദീർഘനാളായി അയോധ്യയിലുണ്ട്. ഇപ്പോൾ ഈ ഭക്തരുടെ വരവ് വല്ലാതെ കൂടിയതിനു ശേഷം അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ നിയന്ത്രിച്ചുകൊണ്ട് ഈ അമ്പലത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന രീതിയുമുണ്ട്. പക്ഷെ അപ്പോഴും അമ്പലത്തിനുള്ളിൽ കയറണമെങ്കിൽ രാവിലെ നമുക്കറിയാം 6 മുതൽ 11 വരെയാണ് ദർശനം. അതിനുശേഷം 2 മുതൽ വൈകിട്ട് 8 വരെയും ദർശനമുണ്ട്. ഈ സമയങ്ങളിൽ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ 3 തലത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ കടത്തിവിടുന്നത്. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവസാനവട്ട മിനുക്ക് പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളും കാണാം. പക്ഷെ അപ്പോഴും ഈ ആളുകളുടെ വരവിന് ഒരു കുറവുണ്ടാകുന്നില്ല. അത് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായാലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കേരളത്തിലെ സംഘങ്ങൾ അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫ്ലൈറ്റുകൾ, ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമാണ്. അയോധ്യ വിമാനത്താവളത്തിലേക്കുള്ള ഏതാണ്ട് ഫുള്ളാണ്, പൂർത്തിയായി കഴിഞ്ഞു. ബുക്കിംഗ് പൂർത്തിയായി എന്ന വിവരങ്ങളുണ്ട്. ഒപ്പം 2 മാസത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗും പൂർത്തിയായി കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതടക്കം വലിയ ക്രമീകരണങ്ങളോടെ നടക്കുന്ന അയോധ്യ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന്റെ അന്തിമഘട്ട ഒരുക്കത്തിലാണ് അയോധ്യയും പരിസര പ്രദേശവും. ഏതായാലും News 18 സംഘവും ഈ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് വരെയുള്ള ഓരോ നിമിഷത്തിന്റെയും ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ടാകും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, News 18 അയോധ്യ.